ചെയ്യുകയും ചെയ്യാം. ശ്രീ പി സി ജോർജ്. ഞാൻ വിദ്യാഭ്യാസ ലോൺ എടുക്കേണ്ടി വന്ന പാവപ്പെട്ട കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കന്മാരുടെയും ദുരിതം എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഭയും ധരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സാർ, വിദ്യാഭ്യാസ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കരുത്, മല്ലയ്യ പോലെ 10,000 കോടി കൊണ്ട് നാട് വിട്ട് പോകണമെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. വിദ്യാഭ്യാസ ലോൺ എടുത്താൽ ജോലി കിട്ടുമ്പോൾ തിരികെ അടച്ചേ മതിയാവൂ എന്ന അഭിപ്രായക്കാരാണ് സാറേ. മലയാളി മാന്യനാണ്, മല്ലയ്യ അല്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം സാറേ ഞാൻ ചോദിക്കുന്നത്, വേണ്ട മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുന്ന ഒരു കാര്യം, കേരളത്തിലെ വിദ്യാർത്ഥി 4 ലക്ഷം രൂപ വരെയുള്ള ലോണിന് യാതൊരുവിധ എഗ്രിമെന്റും ഇല്ല. വിദ്യാർത്ഥിക്ക് ലോൺ കിട്ടുന്നു. ലോൺ വാങ്ങുന്നത് വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിന് ഒരു പൈസ കിട്ടുന്നില്ല, സ്ഥാപനമാണ് പണം മേടിക്കുന്നത്. സർ, അതിനെങ്ങനെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജപ്തി കൊടുക്കും? അതേത് നിയമമാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു നിയമമുണ്ട്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും ജില്ലാ കളക്ടറുടെ തഹസീൽദാർ അടുത്തോട്ട് ഇവിടുത്തെ റിലയൻസ് കമ്പനി എന്നൊരു കൊള്ള സംഘം പോയി അപേക്ഷ കൊടുത്താൽ ഉടനെ റിക്കവറി നടപടിക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന ഈ ജില്ലാ കളക്ടർമാരെ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കാനുള്ള ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. എനിക്കറിയാം, റവന്യൂ മന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ പോലീസുകാരൻ എന്താ കാര്യം? റിലയൻസ് കമ്പനിക്കാരൻ പറഞ്ഞാൽ വീട്ടിലെ കുഞ്ഞുങ്ങളെ മാത്രമല്ല ശമ്പളം. സാർ, വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിച്ച് പാസ്സായിട്ട് 5 കൊല്ലം 6 കൊല്ലമായിട്ട് ജോലി കിട്ടാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന പാവപ്പെട്ട പിള്ളേരുടെ വീട്ടിലോട്ട് എന്താ വെച്ചാൽ ഭീഷണിപ്പെടുത്തുകയാണ്. കൊച്ചുകളെ മാത്രമാണ് ഭീഷണിപ്പെടുത്തുന്നത്. നിനക്ക് ഇനി നേഴ്സന്മാരാണെങ്കിൽ വിദേശത്ത് പോകാൻ അനുവദിക്കില്ല, നിന്റെ പാസ്പോർട്ട് ഞങ്ങൾ ജപ്തി ചെയ്യും, സീസ് ചെയ്യും. ഇതാരാ ഭീഷണിപ്പെടുത്തുന്നത്? പോലീസുകാരൻ ജപ്തി ചെയ്യും. ആകെ 4 സെന്റ് ജപ്തി ചെയ്യാൻ പോകുന്ന നാണം കെട്ട വില്ലേജ് ഓഫീസർ ഈ രാജ്യത്തിന് ശുഭകരമാണ് ഇത്. സാർ, ഈ ഗവൺമെന്റ് ആലോചിക്കണ്ടേ? പിണറായി സഖാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന രാജ്യത്ത് ഇത്രമാത്രം റൌഡിസം നടത്തുന്ന ഈ വില്ലേജ് ഓഫീസർമാരെയും തഹസീൽദാർമാരെയും മര്യാദയ്ക്ക് നിർത്താൻ കഴിയില്ലെന്ന് വിശ്വസിക്കാൻ ഞാനില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സർ, ആലപ്പുഴയിലെ മാത്രം 2 പിതാക്കന്മാർ ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് എത്ര ദുഃഖകരമാണ്. നമ്മുടെ സാർ ഒന്ന് അനുവദിക്കണം സാർ, ഇത് എന്റെ കുടുംബം ലോണുമില്ല, പേടിക്കണ്ട, പാവങ്ങളുടെ കാര്യമാണ് പറയുന്നത്. സർ, താമരക്കളം വില്ലേജ് ഓഫീസറും ബാങ്ക് ഉദ്യോഗസ്ഥർ SBT നമ്മുടെ പള്ളിക്കുന്നം SBTയിലെ മാനേജർ ഉൾപ്പെടെയുള്ള 5 ഉദ്യോഗസ്ഥരും താമരക്കുളം വില്ലേജ് ഓഫീസറോട് 3 ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നാണ് പാവപ്പെട്ട കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളുടെ മരണത്തിൽ ഇടയാക്കിയിരിക്കുന്നത്. ആ കുട്ടി ലോണെടുത്തു. ആ ലോണ് നട്ടല് സംബന്ധമായ രോഗത്തിന് ചികിത്സയിലിരുന്ന മനുഷ്യന്റെ വീട്ടിലേക്ക് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ പോലീസുകാരൻ ഉൾപ്പെടെ ഈ ഗുണ്ടകൾ ഉൾപ്പെടെ മാനേജർ ഉൾപ്പെടെ വീട്ടിൽ ചെല്ലുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ആ ആത്മഹത്യ അങ്ങനെ കൃഷ്ണൻകുട്ടി ആലപ്പുഴ ജില്ലയിൽ. ഞാൻ ചോദിക്കുക, ഈ കൊലപാതകത്തിന് ഉത്തരവാദികളിൽ അറസ്റ്റ് ചെയ്യാൻ അങ്ങേക്ക് തന്റെ ഇടമുണ്ടോ? മേലിൽ ഇതുണ്ടാവില്ല. ഇതുപോലെ തന്നെ സർ, ഒരെണ്ണം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുക. നമ്മുടെ സിൻഡിക്കേറ്റ് ബാങ്ക് ചെയ്ത രാഖി ശങ്കർ, ആ കുട്ടി പഠിച്ച് പാസ്സായി, ആ കുട്ടി രോഗം വന്ന് മരിച്ചുപോയി. ആ കുട്ടിക്ക് ജപ്തി നോട്ടീസ്. ആ കുട്ടിയുടെ അപ്പന് ജപ്തി നോട്ടീസ് എവിടുന്ന് കൊടുക്കും? ഒരു രോഗി ആയി മരിച്ചു കഴിഞ്ഞാൽ എന്നാലും വിടില്ല എന്ന് വെക്കുന്ന ഈ നാണം കെട്ട ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ മര്യാദയ്ക്ക് നിർത്തണ്ടേ? ഇത് കലാപം ഉണ്ടാവും സാർ, ഞാൻ ക്ഷമിക്കണം. ഇന്ന് രാവിലെ സബ്മിഷൻ ഇവിടെ അടിയന്തര പ്രമേയത്തിൽ വന്നോളല്ല ഞാൻ പറയുന്നത്. അളമുറ്റിയാൽ പാമ്പ് കടിക്കും. ഞാൻ ആലപ്പുഴ ചെന്നിരുന്നു. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന പാവപ്പെട്ട കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്താ? ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ സാർ, മടുക്കുമ്പോ ആളമുറ്റിയ പാമ്പ് കടിക്കും. ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഇതോർക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ കേരള വ്യാപകമായി ഈ കൊള്ളക്കെതിരെ പ്രതികരിക്കാൻ ജനങ്ങളുണ്ടാവും എന്നതിൽ സംശയമില്ല. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഈ കൊള്ള നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ തയ്യാറാവുകയും മേലിൽ ഒരു ജില്ലാ കളക്ടറും ഒരു തഹസീൽദാരും ജപ്തി നോട്ടീസായിട്ട് അത് ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് നിർദ്ദേശം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. നിയമവിരുദ്ധമായി ഈ ജപ്തിക്ക് ഉത്തരവ് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ ഒരു സബ്മിഷന് ഒരു സമയമുണ്ട് പ്ലീസ്. വേറെ ആരോടും ഇല്ലല്ലോ, എന്നോട് മാത്രം. അവിടെ ഈ രാജ്യത്തെ പാവപ്പെട്ട കാര്യം പറഞ്ഞ സ്പീക്കർ നിശ്ചിത പാവപ്പെട്ട കാര്യം പറയാൻ പാടില്ലേ?
നിശ്ചിത സമയത്ത് പറഞ്ഞു തീർക്കണം. കുഴപ്പമില്ല. സബ്മിഷനായിട്ട് ഇത്രയും പറയും. ഇനി കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇപ്പൊ ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണം. പ്ലീസ് ഡോൺ. സർ